ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ XUV 400 EV, അതായത് 400 EV ലോഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമുക്ക് EV ആണ് SUVയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓട്ടോപ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ ഹൈ ആയിട്ടിരിക്കുന്നത് നമ്മുടെ ട്വിൻ പീക്ക് ലോഗോയാണ് മഹീന്ദ്രയുടെ. അതിനെ ഒരു ബ്രോൺസ് കളറിലാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു X എന്നുള്ളൊരു ലോഗോ പോലെ വേറെ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ക്ലോസ്ഡ് ആണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ LED DRS ആണ് നൽകിയിട്ടുള്ളത്. ഹാലജൻ ഹെഡ് ലാമ്പ് ഉണ്ട്, ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ താഴെയായിട്ടൊരു ഫോഗ് ലാമ്പ്, അതും ഹാലജനാണ്. ഇതാണ് ഒരു ബ്രോൺസ് കളറ് അവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു കവറിങ് ഒരു ബ്ലാക്കിലാണ് നൽകിയിട്ടുള്ളത്. ഞാൻ ഇവിടെയും ചെറിയൊരു ബ്രോൺസ് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. താഴെ ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു X എലമെൻറ്റ് വേറെ ഇവിടെ ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഏരിയ നമ്മുടെ നമ്പർ പ്ലേറ്റ്സൊക്കെ വെക്കാനാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ. ആ ഒരു SUV ക്യാരക്ടർ കംപ്ലീറ്റ് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഈ വാഹനത്തെ കുറിച്ച് നോക്കുമ്പോൾ പറയാനുണ്ട്. അതിന് സൈഡിലേക്ക് വന്നെങ്കിൽ ആ ഫ്രണ്ടിലെ ഒരു ക്ലാഡിങ് ഓൾറൗണ്ടായിട്ട് പോകുന്നുണ്ട്. ആൻഡ് വീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് നൽകിയിട്ടുള്ളത്. 205/65 വീലാണ്. അതിലും മഹീന്ദ്രയുടെ ആ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഒരു അലുമിനിയം പ്ലസ് ബ്ലാക്ക് ഔട്ട് പിയാനോ ബ്ലാക്കിലാണ് നമ്മുടെ വീൽസ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രിക് ചാർജർ, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ മിറേഴ്സ് ഉള്ളത്. അതിൽ ചെറിയൊരു LED ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ഞാനിവിടെയൊക്കെ ക്ലാഡിങ്ങിന് താഴെയായിട്ട് ഒരു ബ്രോൺസിൻ്റെ എലമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. റിയറിലേക്ക് വരാന്നുണ്ടെങ്കിൽ LED DRS കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്മോൾ ലെറ്റർ Y പോലെയാണ് കാണിക്കുന്നത്. ാണ് ഇനി ഇവിടെ നമ്മുടെ ആ ഒരു വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ EV എന്നൊരു ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ഡ്യുവൽ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സിൽവർ ഫിനിഷിലൂടെ കാണുന്നുണ്ട്. ഇനി ഇവിടെ XUV 400 എന്നുള്ളൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് വൈപ്പേഴ്സ് കാണാം, സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 368 ലിറ്റേഴ്സ് ആണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി. ഇവിടെ 2 ലൈറ്റ്സും ചെറിയൊരു ക്യാമറയും നൽകിയിട്ടുണ്ട്. ഞാൻ ഇനി താഴെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബ്രഷ്ഡ് അലുമിനിയം കളറിൽ ചെറിയ സ്കിഡ് പ്ലേറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ചെറിയൊരു സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനാണ് സ്റ്റോപ്പ് ലാമ്പ് ഉള്ളത്. ഷാഫിന് ആൻറ്റിന ഉണ്ട്, റൂഫ് റൈൽസ് ഉണ്ട്. അതും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടുത്തെ കാർ ഗ്ലേസിംഗ് അനുസരിച്ചുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ XUV 400 എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. ലുക്സ് അബ്സല്യൂട്ട്ലി നൈസ്. ആൻഡ് ഈ ഒരു പാർട്ട് എനിക്ക് നോക്കുമ്പോൾ നമ്മുടെ ക്രെറ്റയുടെ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയുടെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ് 4200 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത്. അതായത് 4.2 മീറ്റർ ലെങ്ത്ത് ഈ വാഹനം വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു വാഹനം നമുക്ക് 6 ഡിഫറെൻറ്റ് കളേഴ്സിൽ ലഭ്യമാണ്. അതിൽ തന്നെ ഡുവൽ ടോൺ ആയിട്ട് വരുന്നുണ്ട്. ആ ഡുവൽ ടോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന റൂഫ് കംപ്ലീറ്റ്ലി ആ ഒരു ബ്രോൺസ് കളറിലായിരിക്കും നമുക്ക് നമ്മുടെ റൂഫൊക്കെ വരിക. അപ്പോൾ അത് ഡുവൽ ടോൺ നമുക്ക് ഈ 6 കളറിലും ഡുവൽ ടോണും ലഭ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത്. നമുക്ക് 2 ബാറ്ററി ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. ഇൻറ്റീരിയറിൽ നോക്കാം. റിയറിൽ നോക്കുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ലെതർ എലമെൻറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് ആയിട്ട്. ഞാൻ ചെറിയൊരു പോക്കറ്റ്സ് നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്പീക്കേഴ്സ് ഇവിടെ കാണാം. ഇതിലൊക്കെ ചെറിയൊരു അലൂമിനിയം ഫീൽഡുള്ള ഒരു ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് കൂളായിട്ടിരിക്കാൻ പറ്റിയ സീറ്റ്സ് ആണുള്ളത്. 60-40 റേഷ്യോയിലാണ്. ഇനിയിവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ
സീറ്റിനെ കുറിച്ച് ആണെങ്കിൽ നമുക്ക് 3 പേർക്ക് കൂളായിട്ടിരിക്കാം. അതിന് ചെറിയൊരു ഹോം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് 2 കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. എനിക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ധാരാളം ലെഗ് സ്പേസ് ഈ ഒരു ഭാഗത്ത് ലഭ്യമുണ്ട്. ഇവിടെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണുള്ളത്. അതിൽ തന്നെ ആ ഒരു ബ്രോൺസ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട്. 12 വോട്ടിൻ്റെ സോക്കറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോൺ വെക്കാനുള്ള ചെറിയ ഒരു സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് മറ്റുള്ള ചെറിയ പേർപ്പസ് വെക്കാൻ പറ്റിയ ചെറിയ സ്ട്രൈപ്സ് പോലെ ചെറിയ ത്രെഡ്സ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനിവിടെ ഒരു ലാമ്പുണ്ട്. ഇവിടെ ഹുക്സ് ഉണ്ട്. ഡോറാണെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു നോർമൽ വിസിബിലിറ്റി ഇങ്ങനെയാണ്. ഈ ഒരു എലമെൻ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്കൊന്ന് കിട്ടുന്ന കാഴ്ച. എന്നാൽ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ ഇങ്ങനെയാണ്. ചെറിയൊരു സൺറൂഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റിയറിലെ കാഴ്ചകൾ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. ഫ്രണ്ടിലേക്ക് കയറുന്നത് നമ്മുടെ ഫ്രണ്ട് ഡോറിനെ കുറിച്ച് പറയാം. ചെറിയൊരു വാണിംഗ് പോലെ എന്തോ കൊടുത്തിട്ട് ചെറിയൊരു സ്റ്റിക്കേഴ്സാണ് തോന്നുന്നു അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ഇവിടെ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലും ഒരു നല്ലത് ഹാൻഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിനിവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് വെക്കാൻ ചെറിയൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മിറർ കൺട്രോൾ ചെയ്യാനുള്ളത്, ഡോർ ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സും ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിൻഡോസ്, നമ്മുടെ ഡോസ് നമ്മുടെ ഫ്രണ്ടിലെ ഡോറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആ സൈഡിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്, നല്ല സ്പേസ് അവിടെയും ലഭിക്കുന്നുണ്ട്. അതിനിവിടെ നമ്മുടെ ഏസിയൻസിന് ചുറ്റിലും ഒരു ചെറിയൊരു റോഡ് ട്രീറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതിനിവിടെയൊക്കെ ഒരു ആ എലമെൻറ്റ് ഒരു നല്ലൊരു ഫീല് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. തിരക്കില്ലാത്ത നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 10.25 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീൻ നൽകിയിട്ടുണ്ട്. മുമ്പത്തെ വേർഷനിൽ നമുക്കത് 7 ഇഞ്ച് ആയിരുന്നു. ഇനി ഇവിടെ നമുക്കിതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ടച്ചാണ്. റേഡിയോ, EV സ്റ്റാറ്റിക്സ്, ആവറേജ് 233 കിലോമീറ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. റേഡിയോ, EV മ്യൂസിക്, ഫോൺ കണക്റ്റഡ്. ആക്ച്വലി 55ഓളം കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമുക്ക് ഈ വാഹനത്തിലുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, പിന്നെ അലക്സ എല്ലാവരും ഉണ്ട്. ഇവിടെ നിന്നുള്ള ആ ഒരു ഡബിളായിട്ട് നിൽക്കുന്ന ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സിസ്റ്റംസും കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പാസഞ്ചർ ബാഗ് ഓൺ ആക്കാനോ ഓഫ് ആക്കാനോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഡ്രൈവ് മോഡ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. ഫാസ്റ്റ് മോഡ് ആക്ടിവേറ്റഡ്, ഫിയർലെസ് മോഡ് ആക്ടിവേറ്റഡ്, ഫൺ മോഡ് ആക്ടിവേറ്റഡ്. ഫണ്ണ്, ഫാസ്റ്റ്, ഫിയർലെസ്, അതായത് നമ്മുടെ ഈക്കോ, നോർമൽ, സ്പോർട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാനുള്ളത് ഇവിടെയാണ്. ഇവിടെ ഒരു USB പിന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫോൺ വയർലെസ് ചാർജിങ്ങിൻ്റെ ചെറിയൊരു സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. നോ കോയിൻ, നോ സ്മാർട്ട് കീ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പൈസയും വെക്കാൻ പാടില്ല, സ്മാർട്ട് കീയും കൊടുക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഗിയർ നോബ് വന്നിട്ടുള്ളത്. അതിലും ആ ഒരു ചെറിയൊരു ബ്രോൺസ് എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗിയർ നോബ്സിലൊക്കെ കാണാം. അതും നല്ലൊരു ഫീല് ലഭിക്കുന്നുണ്ട്. ഇവിടെ 2 ചെറിയ കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം. അത് നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. നമ്മുടെ XUV 700 കണ്ടതുപോലെയുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീലാണ് അവിടെ ഉള്ളത്. അതിനാൽ ആ പിയാനോ ബ്ലാക്ക് ഫിനിഷും അതിന് കൂടുതൽ സ്പോർട്ടി ലുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ മീഡിയ കൺട്രോൾ ചെയ്യാനുള്ളത്, നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള, അതായത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അതിനിവിടെ നമ്മുടെ വൈപ്പേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്സിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എഞ്ചിൻ്റെ ബട്ടൺസ് നൽകിയിട്ടുള്ളത്. അതിലും ചെറിയൊരു റൗണ്ട് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ബ്രോൺസ് കളറിൽ.
ഇനി ഇവിടെയും ESPയുടെ കാര്യങ്ങൾ, പിന്നെ ഇത് പവർ, നമ്മുടെ ഹെഡ്ലൈറ്റ്സിൻ്റെ പവറാണ്. അപ്പോൾ ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ചാണെങ്കിൽ ഡോർ ഓപ്പൺ എന്നാണ് പറയുന്നത്. നമ്മുടെ ബൂട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒരുപാട് കൺട്രോൾ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം. ജസ്റ്റ് പ്രസ് ദിസ്, നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ കൺട്രോൾ ചെയ്യാം. വെഹിക്കിൾ ഇൻഫോ, നാവിഗേഷൻ, സെറ്റിങ്സ്, അലേർട്ട് ഹിസ്റ്ററി, ബാറ്ററി ഇൻഫോ. 76% റിമൈനിങ് ആണ്. 197 കിലോമീറ്റേഴ്സ് നമുക്ക് ആവറേജ് എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ ബാലൻസ്, ബാറ്ററിയുടെ ലെവൽ നമുക്ക് ഇവിടെ കാണിക്കാം. ആൻഡ് ഇവിടെ കിലോമീറ്റർ, പിന്നെ ഇത് പവറിൻ്റെ ഇത് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ടൈം കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഫുൾ ഡിജിറ്റലാണ്. 10.25 ഇഞ്ചാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമ്മുടെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ലഭിക്കുന്നത്. അതിനുള്ള വലിയൊരു മിറേഴ്സ് ഇവിടെ കാണാം. നമുക്ക് ഇവിടെ വിത്ത് ലൈറ്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സൺറൂഫും ലഭിക്കുന്നുണ്ട്. ഈ സീറ്റ്സിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലെതർ സീറ്റ്സുകളാണ്. വെന്റിലേഷൻ ഇല്ല, പിന്നെ നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ഒക്കെ തന്നെയാണ്. എന്നിരുന്നാലും വെന്റിലേഷൻ്റെ ഒരു കുറവുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും അല്ല, മാനുവലിയുമാണ് നമുക്കതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷെ എന്നാലും നല്ല കംഫർട്ടബിൾ സീറ്റ്സാണ്. അതിനി അടുത്ത വേരിയൻ്റ് വരുമ്പോൾ മാറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ XUV 400 സ്റ്റിയറിംഗ് വീലിലെ ഈ ഒരു ലോഗോയിൽ നമ്മുടെ മഹേന്ദ്രയുടെ ലോഗോ അത് തന്നെ, അതിൽ ചുറ്റിലും ചെറിയൊരു ബ്ലൂ ഇൻസേർട്ട് നൽകിയിട്ടുണ്ട്. അത് EV എന്ന് സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് രണ്ട് ബാറ്ററി ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. അത് EC Pro ഉണ്ട്, EL Pro. അത് EC Pro വേരിയൻറ്റിൽ 34.5 kWh ആണ്. അപ്പോൾ ഇനി EL Pro നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34.5 വരുന്നുണ്ട്, 39.5 kWh വരുന്നുണ്ട്. എന്നാൽ രണ്ടിൻ്റെയും ന്യൂട്ടൺ മീറ്റേഴ്സ് വരുന്നത് 130 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ് പവർ വരുന്നത്. പിന്നെ 150 HP ആണ് ഈ വാഹനത്തിൻ്റെ ഹോഴ്സ് പവറും വരുന്നത്. 0 to 100 ക്ലൈംഡ് 8.3 seconds ആണ്. ഈ ചാർജിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് AC ഒരു 3.3 kW വരുന്നുണ്ട്. അതിന് ടൈം വരുന്നത് 13.5 മണിക്കൂർ, അത് 13.5 മണിക്കൂറാണ്. ഇനി AC 7.2 വരുന്നുണ്ട്, അത് വരുന്നത് 6.5 മണിക്കൂറാണ്. ഇനി 50 മിനിറ്റിൽ നമ്മുടെ 50 kW ആണ് നമ്മുടെ DC ചാർജറും വരുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു ചാർജിങ്ങിൻ്റെ ടൈം ഈ ഒരു വാഹനത്തിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മഹീന്ദ്ര XUV 400 ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ. അപ്പോൾ ഡ്രൈവ് നമുക്ക് വാഹനം ലഭ്യമാവുന്നതിനനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡ്രൈവ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സുഹൃത്ത് ജിതിനുണ്ട്, അവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഈ വാഹനം ലഭ്യമാക്കി തന്നത് നമ്മുടെ റാം മോട്ടോഴ്സാണ്, പൂക്കോട്ടൂരിലുള്ള. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ ഞാനവിടെ താഴെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിതിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.